ആകാശഗംഗയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. കൊല്ലവർഷം 1202 ആണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. നവഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് 27 നക്ഷത്രങ്ങളിൽ രണ്ടാമത്തെ നക്ഷത്രമായ ശുക്രൻ്റെ സ്വന്തം നക്ഷത്രമായ ഭരണി നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ സമഗ്ര ഫലങ്ങളാണ്. തൊഴിൽ, ബിസിനസ്, സാമ്പത്തികം, കുടുംബജീവിതം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന പ്രവചനങ്ങളും ഒപ്പം ഈ വർഷത്തെ ഗ്രഹദോഷങ്ങളെ മറികടക്കാനുള്ള കൃത്യമായ പരിഹാരങ്ങളും ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഭരണി നക്ഷത്രക്കാരുടെ ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ വർഷത്തെ പ്രപഞ്ചത്തിലെ മഹാഗ്രഹങ്ങളുടെ ചലനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഈ ഗ്രഹസ്ഥിതി അടിസ്ഥാനമാക്കിയാണ് നിങ്ങളുടെ ഫലങ്ങൾ നിർണ്ണയിക്കുന്നത്. ഈ വർഷം 2026 ഒക്ടോബർ 31 വരെ വ്യാഴം കർക്കിടകം രാശിയിലാണ്. തുടർന്ന് 2027 ജനുവരി 24 വരെ ചിങ്ങൻ രാശിയിലും അതിനുശേഷം വീണ്ടും 2027 ജൂൺ 25 വരെ കർക്കിടകൻ രാശിയിലേക്കും തിരിച്ചെത്തുന്നു. അതിനുശേഷമാണ് ചിങ്ങൻ രാശിയിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കുന്നത്. കർമ്മകാരകനായ ശനി 2027 ജൂൺ മാസം വരെ മീനൻ രാശിയിലും അതിനുശേഷം മേടൻ രാശിയിലൂടെയുമാണ് സഞ്ചരിക്കുന്നത്. 2026 ഡിസംബർ 5 രാഹു കുംഭത്തിൽ നിന്ന് മകരത്തിലേക്കും കേതു കർക്കിടക രാശിയിലേക്കും പ്രവേശിക്കുന്നുണ്ട്. ഭരണി നക്ഷത്രം വരുന്ന മേടക്കൂറുകാർക്ക് ഈ ഗ്രഹമാറ്റങ്ങൾ എങ്ങനെയുള്ള അനുഭവങ്ങളാണ് സമ്മാനിക്കുക എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. ആദ്യമായി ഭരണി നക്ഷത്രക്കാരുടെ തൊഴിൽ, ബിസിനസ് മേഖലകളെ ഈ ഗ്രഹസ്ഥിതി എങ്ങനെ ബാധിക്കും എന്ന് നോക്കാം. മേടക്കൂറുകാരായ ഭരണി നക്ഷത്രക്കാർക്ക് ഒക്ടോബർ 31 വരെ വ്യാഴം 4-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇത് ഉദ്യോഗത്തിൽ ചില സ്ഥാനചലനങ്ങൾക്കോ അല്ലെങ്കിൽ കഠിനാധ്വാനത്തിന് തക്കതായ ഫലമൊക്കെ വൈകുന്നതിനോ ഒക്കെ കാരണമായേക്കാം. എന്നാൽ ഒക്ടോബർ 31 മുതൽ 2027 ജനുവരി വരെ വ്യാഴം 5-ാം ഭാവത്തിലേക്കൊക്കെ മാറുന്നതോടെ തൊഴിൽ രംഗത്തെ വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം ഒക്കെ ഉണ്ടാകുന്നതാണ്. പുതിയ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയമായിരിക്കും അനുകൂലമായിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2026 ഡിസംബറിൽ രാഹു 10-ാം ഭാവമായ മകരത്തിലേക്ക് വരുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്തെ വലിയ മാറ്റങ്ങളൊക്കെ തരും. കർമ്മത്തിലൊക്കെ രാഹു വരുന്നത് പുതിയ ബിസിനസ് ആശയങ്ങളൊക്കെ നടപ്പിലാക്കാനൊക്കെ സഹായിക്കുന്നതാണ്. രാഷ്ട്രീയത്തിലോ പൊതുരംഗത്തോ ഒക്കെ ഉള്ളവർക്ക് വലിയ പദവികളൊക്കെ തേടി വരാവുന്നതുമാണ്. ഇനി ബിസിനസ് ചെയ്യുന്നവർക്ക് 2027 ജൂൺ വരെയുള്ള സമയം സമ്മിശ്ര ഫലമായിരിക്കും. ശനി 12-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതിനാൽ ഏഴര ശനിയുടെയൊക്കെ കാലഘട്ടമാണ്. പുതിയ വലിയ നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോൾ അതീവ ശ്രദ്ധയൊക്കെ പുലർത്തേണ്ടതാണ്. 2027 ജൂണിന് ശേഷം ശനി നിങ്ങളുടെ സ്വന്തം രാശിയിലേക്ക് മേടത്തിലേക്ക് വരുന്നതിനാൽ പങ്കാളിത്ത ബിസിനസ്സുകളിലെ സുതാര്യതയൊക്കെ ഉറപ്പുവരുത്തേണ്ടതുമാണ്. ഇനി ഭരണി നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ധനകാര്യങ്ങളിൽ ഈ വർഷം നിങ്ങൾക്ക് ഒരു റോളർ കോസ്റ്റർ റൈഡൊക്കെ പോലെ ആയിരിക്കും. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വരവിനേക്കാൾ കൂടുതൽ ചിലവുകളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. 12-ാം ഭാവത്തിലെ ശനി അനാവശ്യ ചിലവുകളും യാത്രകൾ മൂലമുള്ള ധനതടസ്സവും ഒക്കെ ഉണ്ടാക്കിയേക്കാം. എന്നാൽ 2026 ഒക്ടോബർ മുതൽ 2027 ജനുവരി വരെയുള്ള വ്യാഴത്തിൻ്റെ ചിങ്ങൻ രാശിയിലെ സഞ്ചാരം അപ്രതീക്ഷിത ധനലാഭത്തിനൊക്കെ വഴി തുറക്കുന്നതാണ്. മുൻപ് ആർക്കെങ്കിലും കടമൊക്കെ കൊടുത്ത പണം തിരികെ ലഭിക്കാനും പൂർവിക സ്വത്തുക്കളിൽ നിന്നുള്ള ലാഭത്തിനുമൊക്കെ ഈ സമയം കാരണമാകുന്നതാണ്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ഭരണി നക്ഷത്രക്കാർക്ക് നാട്ടിലേക്കൊക്കെ പണം അയക്കാനും സമ്പാദ്യം വർദ്ധിപ്പിക്കാനുമൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ലോട്ടറി, ഷെയർ മാർക്കറ്റ് തുടങ്ങിയ ഊഹക്കച്ചവടങ്ങളിലെ വലിയ തുകയൊക്കെ ഇറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിനൊക്കെ ശേഷം. ഇനി കുടുംബജീവിതത്തിലേക്ക് കടന്നാൽ ഒരു മനുഷ്യൻ്റെ വിജയത്തിന് പിന്നിൽ സമാധാനമുള്ളൊരു കുടുംബം അത്യാവശ്യമാണ്. 2026 ഡിസംബർ 5 കേതു 4-ാം ഭാവമായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. 4-ാം ഭാവം എന്നത് സുഖസ്ഥാനവും കുടുംബസ്ഥാനവുമാണ്. കേതുവിൻ്റെ ഈ മാറ്റം കുടുംബത്തിലെ ചെറിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾക്കോ
അല്ലെങ്കിൽ അമ്മയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ആശങ്കകൾക്കോ ഒക്കെ ഒരു കാരണമാകുന്നതാണ്. ചെറിയ കാര്യങ്ങളെയൊക്കെ ചൊല്ലി വീടുകളിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാകാതെയും സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടിയൊക്കെ പതിയുന്ന സമയങ്ങളിൽ, അതായത് ഒക്ടോബർ മുതൽ ജനുവരി വരെയൊക്കെയുള്ള സമയത്ത് വിവാഹമൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് അതിലൊരു തീരുമാനമൊക്കെ ഉണ്ടാകുന്നതാണ്. പ്രണയമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ സമയത്ത് അതൊക്കെ വിവാഹത്തിലേക്ക് എത്തിക്കാനും സാധിക്കും. മക്കളൊക്കെ ഇല്ലാതെ വിഷമിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് സന്താന ഭാഗ്യത്തിനുള്ള ശക്തമായ യോഗവും ഈ വർഷം കാണുന്നുണ്ട്. ഇനി ഭരണി നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് നോക്കിയാൽ, വിദ്യാർത്ഥികൾക്ക് ഈ വർഷം മികച്ച ഫലങ്ങളൊക്കെ കൈവരിക്കാൻ അല്പം കഠിനാധ്വാനമൊക്കെ ചെയ്യേണ്ടതായി വരുന്നതാണ്. കേതു 4-ാം ഭാവത്തിലൊക്കെ വരുന്നത് പഠനത്തിൽ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധക്കുറവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മൊബൈൽ ഫോണ്, സോഷ്യൽ മീഡിയ എന്നിവയുടെയൊക്കെ ഒരു അമിത ഉപയോഗം നിങ്ങളുടെ പഠനത്തെ ബാധിക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഉപരിപഠനത്തിനായി വിദേശത്തേക്കോ അല്ലെങ്കിൽ ദൂരദേശത്തേക്കോ ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് 2027 ജൂൺ വരെയുള്ള ശനിയുടെ മീനരാശിയിലെ സഞ്ചാരം വളരെ അനുകൂലമാണ്. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള കാലയളവ് ഏറ്റവും മികച്ച ഒരു വിജയം സമ്മാനിക്കുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യകാര്യത്തിലേക്ക് കിടക്കാം. ഭരണി നക്ഷത്രക്കാർ ഈ വർഷം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യരുത്. 12-ാം ഭാവത്തിലെ ശനിയും പിന്നീട് സ്വന്തം രാശിയിലേക്കൊക്കെ വരുന്ന ശനിയും ശാരീരിക അസ്വസ്ഥതകളൊക്കെ തരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അസ്ഥി സംബന്ധമായ വേദനകൾ, പിന്നെ ദഹന പ്രശ്നങ്ങൾ, ഉറക്കമില്ലായ്മ എന്നിവയൊക്കെ നിങ്ങളെ അലട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ വാഹനമൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ രാത്രി കാലങ്ങളിലുള്ള വാഹനമോടിയൊക്കെ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മാനസിക സമ്മർദ്ദമൊക്കെ കുറയ്ക്കുന്നതിനായി ദിവസം ഒരു 15 മിനിറ്റ് യോഗയോ അല്ലെങ്കിൽ ധ്യാനമോ ഒക്കെ ശീലമാക്കുക. അതുപോലെ കൃത്യമായ ഭക്ഷണ രീതിയും പിന്തുടരേണ്ടതാണ്. ഗ്രഹനിലയിൽ ചില പ്രതികൂലാവസ്ഥകളൊക്കെ ഉണ്ടെങ്കിലും കൃത്യമായ ഈശ്വരവചനത്തിലൂടെയും പരിഹാരങ്ങളിലൂടെയൊക്കെ നമുക്ക് ഈ ദോഷങ്ങളെയൊക്കെ ലഘൂകരിക്കാനും സാധിക്കുന്നതാണ്. ഭരണി നക്ഷത്രക്കാർ ഈ വർഷം ചെയ്യേണ്ട പ്രധാന പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശനി 12-ലും 1-ലും ഒക്കെ സഞ്ചരിക്കുന്നതിനാൽ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം, എള്ളുതിരി എന്നീ വഴിപാടുകളൊക്കെ കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഭരണി നക്ഷത്രത്തിൻ്റെ അധിപൻ ശുക്രനായതിനാൽ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ ദർശനം നടത്തി കഴിയുന്ന വഴിപാടൊക്കെ നൽകുന്നത് ഭാഗ്യം കൊണ്ടുവരുന്നതാണ്. ഡിസംബറിൽ ഉണ്ടാകുന്ന രാഹു കേതുവൊക്കെ ഡിസംബറിൽ മാറുന്നു. അതിൻ്റെ ദോഷമൊക്കെ അകറ്റാൻ ചൊവ്വാഴ്ചകളിലോ വെള്ളിയാഴ്ചകളിലോ സർപ്പക്ഷേത്രത്തിൽ വിളക്ക് കൊളുത്തുകയോ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തുകയോ ചെയ്യുക. ദിവസവും രാവിലെ ഓം നമഃശിവായ മന്ത്രവും ഹനുമാൻ ചാലിസയൊക്കെ ജപിക്കുന്നത് മാനസിക ധൈര്യവും സംരക്ഷണവും ഒക്കെ നൽകുന്നതാണ്. ഗ്രഹങ്ങളൊക്കെ വഴി കാണിക്കുമ്പോൾ കഠിനാധ്വാനവും ഈശ്വരവിശ്വാസവും ഒക്കെ കൂടിച്ചേരുമ്പോഴാണ് ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നത്. ഭരണി നക്ഷത്രക്കാരായ നിങ്ങൾക്ക് കൊല്ലവർഷം 1202-ാം ആണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അടുത്ത ഒരു നക്ഷത്രഫലമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.